ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിൽ വന്ന 10 പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെന്റിന്റെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക്. അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക്. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡറായി കരീന കപൂറിനെ തിരഞ്ഞെടുത്തു. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡറായി കരീന കപൂറിനെ തിരഞ്ഞെടുത്തു. അർജന്റീനിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക വിദഗ്ധനും തീവ്ര വലതുപക്ഷക്കാരനുമായ ഹവിയർ മിലെ വിജയിച്ചു. അർജന്റീനിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക വിദഗ്ധനും തീവ്ര വലതുപക്ഷക്കാരനുമായ ഹവിയർ മിലെ വിജയിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂറിനും ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്തയ്ക്ക് ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂറിനും ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. ഇന്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്തയ്ക്ക് ലഭിച്ചത്. ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൗരവ് ഗാംഗുലി നിയമിതനായി. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ സൗരവ് ഗാംഗുലി നിയമിതനായി. ഇംഗ്ലണ്ടിനെതിരെയായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ A ടീമിനെ മലയാളിയായ മിന്നു മണി നയിക്കും. ഇംഗ്ലണ്ടിനെതിരെയായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ A ടീമിനെ മലയാളിയായ മിന്നു മണി നയിക്കും. രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാൻ ഭാരതി എയർടെലിന് പങ്കാളിത്തമുള്ള വൺ വെബിന് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ലഭിച്ചു. രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാൻ ഭാരതി എയർടെലിന് പങ്കാളിത്തമുള്ള വൺ വെബിന് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ലഭിച്ചു. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിക്ക്. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കെനിയൻ സംവിധായിക വനൂരി കഹിയുവിന്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിക്ക്. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കെനിയൻ സംവിധായിക വനൂരി കഹിയുവിന്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. മഹാകവി അക്കിത്തത്തിന്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യവേദിയുടെ പുരസ്കാരം സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരന്. മഹാകവി അക്കിത്തത്തിന്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യവേദിയുടെ പുരസ്കാരം സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരന്. ഇത്രയുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 10 പോയിന്റുകൾ. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്ത് ഏത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിനാണ്
ഈ അടുത്തിടെ കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ലഭിച്ചത്? ഉത്തരം വൺവെബ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിനെതിരെയായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിക്കുന്നതാര്? ഉത്തരം മിന്നു മണി. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാര്? ഉത്തരം സൗരവ് ഗാംഗുലി. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ടൂർണമെന്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.